കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണം വിവാദമായതോടെ വിശദീകരണവുമായി GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സ്പോൺസർ 70 കോടി മുടക്കുമെന്ന് പറഞ്ഞതേയില്ലെന്നും സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി ആണ് കരാറെന്നുമാണ് വിശദീകരണം. GCDA ഓഫീസിലേക്ക് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധം നടന്നു. 70 കോടി എന്ന കണക്ക് ചോദ്യം ചെയ്ത് കരാറുകാരും രംഗത്തെത്തി. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചു. 70 കോടി രൂപ സേവനമായിട്ട് നിങ്ങൾക്കാണെന്ന 70 കോടി വലിയ ബഹളാക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഫിഫ ലെവലിൽ സ്റ്റേഡിയം നവീകരിച്ച് മാർച്ചിൽ കളി നടത്തുമെന്ന് കായികമന്ത്രി ആവർത്തിച്ചു പറയുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് 70 കോടിക്ക് മുകളിൽ ചെലവാകുമെന്ന് സ്പോൺസറും പലവട്ടം പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് GCDA ചെയർമാന്റെ വാദം. സ്പോൺസറുമായല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായാണ് കരാറെന്നും ചെയർമാൻ പറയുന്നു. മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്, അത് രേഖാപരമാണ്. സ്പോൺസർക്ക് കൈമാറിയതാണ് ഇതിലെ വിവാദം. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. വിവാദങ്ങൾക്കിടെ GCDA എക്സിക്യൂട്ടീവ് ജനറൽ കൗൺസിൽ യോഗങ്ങളും ചേർന്നു. സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതും തുടർ നീക്കങ്ങളും ചർച്ചയായി. വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM നീക്കം. കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുക. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. GCDA ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധവുമുണ്ടായി. മീഡിയ 1 കൊച്ചി.